എല്ലാവർക്കും നമസ്കാരം. എപ്പിസോഡ് 57ന്റെ റിവ്യൂ ആണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ചടങ്ങ് ജസ്റ്റ് കഴിച്ചു തീർക്കുന്നത് പോലെ ഈ അനീഷിന്റെയും ആദിലേന്റെയും വിഷയം അവിടെ ചർച്ചയ്ക്കെടുക്കുന്നു. എനിക്കത് കണ്ട സമയത്ത് അനീഷിനെ കളിയാക്കുന്ന തരത്തിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്തതെന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടുന്ന തരത്തിലുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ ആദിലേന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അപ്പോൾ ആദില വളരെ ശക്തിയായിട്ടാണ് അനീഷിന്റെ മുതിയിലിടിച്ചതെന്നുള്ളത് ഇത് കണ്ടുകൊണ്ട് നിന്ന് ആര്യനും അക്ബറും ഒക്കെ അവിടെ പറയുന്നുണ്ട്. അവരത് ജയിൽ നോമിനേഷന്റെ സമയത്ത് ഈ വിഷയം അവിടെ ഉന്നയിക്കുന്നു. ഒരു പക്ഷെ അതുകൊണ്ട് മാത്രമായിരിക്കും ഇത് പുറം ലോകം അറിഞ്ഞിട്ടുള്ളതെന്നാണ്. കാരണം അനീഷിന് ഈ വിഷയത്തിൽ കംപ്ലൈന്റ് ഇല്ല. അനീഷായിട്ട് ഇത് ആരോടും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ജയിൽ നോമിനേഷന്റെ സമയത്ത് ഇവരിത് പറഞ്ഞത് കൊണ്ട് ലൈവിൽ അത് കാണിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം അത് എപ്പിസോഡിൽ നിന്ന് മുക്കാനുള്ളത് മുക്കിയിട്ടുണ്ട്. പകരം BB+ൽ ഈ വിഷയം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളൊരു നിർബന്ധിത അവസ്ഥ BB ടീമിനുണ്ടാവുന്നു. അവർ ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിനെ പറ്റിയിട്ട് ആദിലേന്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നത് ഇറിറ്റേറ്റഡ് ആകുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു ഇറിറ്റേഷൻ എല്ലാവർക്കും ഇല്ലെന്ന് ചോദിക്കുന്നു. അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് വ്യക്തിവിരോധം തീർക്കുന്നത് പോലെയാണ് പലപ്പോഴും ആദില പെരുമാറുന്നത്. വൈകുന്നേരങ്ങളിലാണ് കൂടുതലും ആദിലേന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാവുന്നത്. ഉറങ്ങുന്ന സമയത്ത് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക, പാത്രം കൊട്ടുക, മുഖത്ത് വെള്ളം ഒഴിക്കുക, ക്രീം തേക്കുക പോലുള്ള കാര്യങ്ങൾ. വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് ഈ ആദിലെ നൂറേം ഇത്തരത്തിൽ അനീഷിൻ്റെ അടുത്ത് പെരുമാറാൻ തുടങ്ങിയിട്ടുള്ളതെന്നാണ് അനീഷ് പറയുന്നത്. എനിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം അനീഷിനെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവാം, ഇത്തരത്തിൽ ട്രിഗർ ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. ഇപ്പം ഗെയിമിൻ്റെ ഭാഗമായിട്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നതിനും ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള അനീഷിനോടുള്ള ആദിലേൻ്റെ പെരുമാറ്റം കാണുന്ന സമയത്ത് അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടല്ല, പകരം വൈരാഗ്യം തീർക്കുന്നത് പോലെ, പക വീട്ടുന്നത് പോലെയൊക്കെയാണ്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ ദേഹോപദ്രവത്തിലേക്ക് പോയോ എന്നുള്ളത് ആദിലിനോട് ചോദിക്കുമ്പോൾ ആദില പറയുന്നത് എൻ്റെ ദേഹത്ത് പിടിച്ച് തള്ളിയ സമയത്ത് റിഫ്ലക്സ് ആക്ഷനായിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ്. ലാലേട്ടൻ അപ്പം തന്നെ പറയുന്നുണ്ട് ഈ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻലി ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവേണ്ടതല്ല എന്നുള്ളത്. ഷാനവാസിൻ്റെ അടുത്ത് ഈ വിഷയത്തിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നത് നിങ്ങളാണല്ലോ ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് കിടന്ന് ഭയങ്കരമായിട്ടും കഷ്ടപ്പെടുന്നത്. പെങ്ങളുടെ സൈഡും നോക്കണം, അതുപോലെ തന്നെ സുഹൃത്തിൻ്റെ സൈഡും നോക്കണം. അപ്പോൾ ഷാനവാസ് പറയുന്നത് ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബോറടിച്ച് തുടങ്ങി എന്നുള്ളത്. അനീഷിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം അനീഷ് ഇങ്ങനെ 100 തവണ പാത്രം കഴുകുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തെറ്റാണെന്ന് പറയുന്നു. ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ആദിലയും അനീഷും തമ്മിലുള്ള ഈ വെസൽ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയത്തിൽ 100% ഞാൻ അനീഷിൻ്റെ ഭാഗത്താണ്. കാരണം അനീഷ് പാത്രം കഴുകാനായിട്ട് മര്യാദയ്ക്ക് പറഞ്ഞാലും അതല്ല ആവർത്തിച്ച് പറഞ്ഞാലും ആദിലേൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഒരേ റിയാക്ഷനാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൽ പോലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, അതിനിടയ്ക്ക് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു, ജിഷിൻ ചെയ്യേണ്ട ഭാഗം ജിഷിൻ ക്ലിയർ ആയിട്ട് ചെയ്തു വെച്ചു. അതിന് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ കിച്ചൺ ടീമിന് ഉച്ചഭക്ഷണം ഉണ്ടാക്കാനായിട്ട് കയറണം. അപ്പോൾ അതിന് മുമ്പ് പാത്രം കഴുകി കൊടുക്കണം. ആദില ആ സമയത്തും ചെയ്യാതിരുന്നപ്പോഴാണ് അനീഷ് വന്നിട്ട് പാത്രം കഴുകാനായിട്ട് പറയുന്നത്. ആദിലേക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്നുള്ളത് ആദിലേക്ക് അറിയില്ലേ? അപ്പം അനീഷ് ഇങ്ങനെ വന്ന് പറയുന്നത് ഭയങ്കര ഇറിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ടി വരുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കാതിരിക്കുകയല്ലേ ആദില ചെയ്യേണ്ടത്. ഇതിപ്പോൾ ആദ്യമല്ലല്ലോ, അതിന് മുമ്പത്തെ ആഴ്ചയും വെസൽ ടീമിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നല്ലോ. അപ്പോഴും ഈ അനീഷ് വന്നിട്ട് ഇങ്ങനെ പാത്രം കഴുകാനായിട്ട് വിളിക്കുകയും അതിൻ്റെ പേരിൽ വലിയൊരു വഴക്കമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആദിലേക്ക് അറിയാം പാത്രം അവിടെ പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ, കഴുകാൻ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ അനീഷ് ഉറപ്പായിട്ടും വന്നത് ഓർമ്മിപ്പിക്കും, കഴുകാനായിട്ട് പറയും. അപ്പോൾ കഴുകാൻ വന്ന് പറഞ്ഞേ എന്നുള്ളതിൻ്റെ പേരിൽ പിന്നെ കഴുകാതിരിക്കും, പിന്നെ അവിടെ അതൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ എന്തിനാണ് അനീഷിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്? ആദിലയ്ക്ക് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടി കറക്റ്റായിട്ട് ആദില അവിടെ ചെയ്താൽ പോരെ? അനീഷ് വന്ന് സംസാരിക്കുന്നതും പറയുന്നതും ആദിലയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ പറയാനുള്ളൊരു അവസരം ആദില എന്തിനാണ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അത് ഒരു തവണയല്ല, ആവർത്തിച്ച് എന്തിനാണ് ആദില അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതിപ്പം ഞാൻ പറയുന്നത് മാത്രമല്ല, ആദിലേൻ്റെ പാർട്ട്ണറായിട്ടുള്ള നൂറ് തന്നെ പറയുന്നത് അനീഷേട്ടൻ ഇങ്ങനെ പാത്രം കഴുകാമെന്ന് പറയുന്നത് കൊണ്ടല്ല, ആദിലയ്ക്ക് പാത്രം കഴുകാനായിട്ട് മടിയുണ്ട്. അത് സ്വന്തം ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നത് ആദിലേൻ്റെ മിസ്റ്റേക്കാണ് എന്നുള്ളത് നൂറ് തന്നെ പറയുന്നുണ്ട്. ഈ ആദിലേൻ്റെ ഫ്രണ്ടായിട്ടുള്ള അനുമോള് പറയുന്നത് ആദിലയ്ക്ക് പാത്രം കഴുകാൻ മടിയാണ്, അതാണ് ഇവിടെ പ്രശ്നം എന്നുള്ളതാണ്. ഏതായാലും ഷാനവാസിൻ്റെ ഭാഗം അനീഷിൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അനുമോള് പറയുന്നത് സ്നേഹക്കൂടുതൽ കൊണ്ടാണ്, അനീഷിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ആദില ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഈ സ്നേഹം ഷാനവാസിൻ്റെ അടുത്തും അനുമോളുടെ അടുത്തും നിരന്തരം ആദില കാണിക്കണമെന്നുള്ളതാണ്. ഉറങ്ങിക്കിടന്നുകൊണ്ടിരിക്കുമ്പോൾ പാത്രം കൊട്ടണം, മുഖത്ത് വെള്ളം ഒഴിക്കണം, മുഖത്ത് കൊണ്ടുവന്ന് ക്രീം തേക്കണം. അത് നിരന്തരമായിട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഷാനവാസ് ഇതിനെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ തന്നെ എടുക്കുക എന്നുള്ളതും കാണാമല്ലോ.
അപ്പം നിങ്ങൾ കാണിക്കുന്ന സ്നേഹപ്രകടനം മറ്റൊരാൾക്ക് അതൊരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ബേസിക് മര്യാദ എന്ന് പറയുന്നത്. ഏതായാലും ഈ വേസ്റ്റ് വെള്ളം ദേഹത്തൊഴിക്കുന്നതും ഉറങ്ങുമ്പോൾ വന്ന് ടോർച്ചർ ചെയ്യുന്നതും ഒക്കെ തമാശയായിട്ട് എടുക്കാത്തത് അനീഷിൻ്റെ കുഴപ്പമാണ് എന്നുള്ളതാണ് സാബുമാനെ പോലുള്ള ആൾക്കാരും പറയുന്നത്. സാബുമാനോടാണ് ഇത്തരത്തിൽ ആദില പെരുമാറിയെങ്കിൽ സാബുമാൻ അത് അങ്ങനെ തന്നെ എടുത്തേനെ, വളരെ കോമഡി ആയിട്ട് തന്നെ എടുത്തേനെ എന്നുള്ളതാണ് സാബുമാനും പറയുന്നത്. അപ്പോൾ ആര്യൻ പറയുന്നു, ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും, പക്ഷെ ചിലർ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് കോമഡി ആക്കിയിട്ട് മാറ്റാനുള്ളൊരു ശ്രമവും പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ചെയ്താലും എല്ലാവരും കോമഡി ആയിട്ടൊക്കെ പോലെ എടുക്കണം എന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. അതേപോലെ നൂറേൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആദില ഇങ്ങനെ തന്നെയാണോ വീട്ടിലും പെരുമാറുന്നതെന്ന്. അപ്പോൾ നൂറ പറയുന്നു അങ്ങനെ തന്നെയാണെന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു എങ്ങനെ ഇത് സഹിക്കുന്നു എന്ന്. നൂറ പറയുന്നു എന്ത് ചെയ്യാനാ, പെട്ടുപോയില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ ഈ കാര്യം പറഞ്ഞതിനെ ഒരു പ്രൊമോ വന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഭയങ്കര ആഘോഷിക്കുന്നത് കണ്ടു. നൂറ കണ്ടോ ഇപ്പോൾ റിയലായിട്ട് പറഞ്ഞു, പെട്ടുപോയി എന്നുള്ള കാര്യം പറഞ്ഞു എന്നൊക്കെ. നൂറ അവിടെ അത് തമാശ രീതിയിൽ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞ സമയത്ത് ആദില പെട്ടെന്ന് നൂറേനെ നോക്കിയിട്ട് പെട്ടുപോയി എന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരത് തമാശയായിട്ടാണ് പറഞ്ഞതെന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലായി മെച്ചുവേർഡായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലത്. പക്ഷേ പിന്നീട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാവുന്ന സമയത്ത് ഇതെടുത്തിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷയം കൂടുതൽ മോശം രീതിയിലേക്ക് പോകും എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയം ജസ്റ്റ് ഒന്ന് ചർച്ചയ്ക്ക് എടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചോദിച്ചു പോയി എന്നുള്ളതാണ്. അല്ലാതെ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തിനെ എടുക്കുകയും സീരിയസ് ആയിട്ട് ആദിലനോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയും ചെയ്തു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നീട് എപ്പിസോഡിൽ ഈ ജിഷിനും അഭിലാഷും ഇന്നലെ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ജിഷിൻ്റെയും അഭിലാഷിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അഭിലാഷ് ഈ 1-2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ പോകാനായിട്ട് സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ്. കാരണം അഭിലാഷ് വളരെ സേഫായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. അഭിലാഷിന് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അവിടെയൊക്കെ ഈ ഭൂരിപക്ഷം ആൾക്കാർ എവിടെ നിൽക്കുന്നു അതിനോടൊപ്പം നിന്നിട്ട് സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് ശരിയുടെ ഭാഗത്ത് നിന്ന് വോയിസ് റൈസ് ചെയ്യാനായിട്ടൊന്നും അഭിലാഷിനെ കൊണ്ടും ഒണീലിനെ കൊണ്ടും പറ്റുന്നില്ല. ഇവരൊക്കെ മാറിയിരുന്നിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് മുഖത്ത് നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞ് പ്രതികരിക്കാനൊന്നും പറ്റാത്ത ആൾക്കാരാണ്. അതാണ് ഈ സേഫ് ഗെയിമായിട്ട് കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ ജിഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ അഭിലാഷിനെക്കാട്ടിലും മറ്റാരെക്കാട്ടിലും ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ജിഷിൻ്റെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജിഷൻ ഔട്ടായതൊരു അൺഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സാബുമാൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു കല്യാണരാമനിലൊരു സീനുണ്ടല്ലോ, മറ്റേ ഇന്നസെൻ്റ് കൊണ്ടുവന്നൊരു ഗ്ലാസ് കൊണ്ടുവച്ചിട്ട് ഇതിൽ വേസ്റ്റ് വരുന്നതൊക്കെ ഇതിൽ ഒഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്, അതേപോലെ ഒരാളായിട്ട് എനിക്ക് സാബുമാനെ തോന്നുന്നുണ്ട്. കാരണം ഈ എവിക്ഷനിൽ വരാത്ത എന്നാൽ അത്യാവശ്യം വോട്ട് ഉള്ള ആൾക്കാർ അതിനകത്ത് നിൽക്കുമ്പോൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോട് ദേഷ്യമുള്ള ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സാബുമാന് കൊണ്ടുവന്ന് കുറേ ആൾക്കാർ, അത് അവരുടെ ഫാൻസോ ആർമിയോ PR ആരോ ആയിക്കോട്ടെ, സാബുമാന് കൊണ്ടുവന്ന് വോട്ട് ചെയ്യും. അപ്പോൾ അത്യാവശ്യം ഗെയിം കളിച്ച് നിൽക്കുന്ന ആൾക്കാർ പുറത്തേക്ക് പോകുന്നതാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാബുമാൻ അവിടെ നിൽക്കുകയും ജിഷൻ ഔട്ടാവുകയും ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിനും അത് വളരെ അൺഫെയർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോള് വീണ്ടും ഈ പുതപ്പിനടിയിലേക്ക് തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പിസോഡിൽ ലാലേട്ടൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ബെഡ്ഷീറ്റുകളൊക്കെ തിരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ലെറ്റർ വരുന്നു. അപ്പോൾ അനുമോൾ എന്ത് ചെയ്യുന്നു, ആര്യൻ്റെയും ജിസേലിൻ്റെയും കയ്യിലുള്ള എക്സ്ട്രാ ബെഡ്ഷീറ്റുകൾ എടുത്ത് മാറ്റാനായിട്ട് പറയുന്നു. അപ്പോൾ ആര്യൻ അത് അനുമോളുടെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ച് മേടിച്ച് അവിടെ വയ്ക്കുന്നു. അതിൽ അനുമോൾ പറയുന്നത് ബിഗ് ബോസ് ലെറ്റർ വന്നിട്ടുണ്ട് ഇവിടെ എക്സ്ട്രാ ഉള്ള ബെഡ്ഷീറ്റുകളെല്ലാം കൊണ്ട് വെക്കാനായിട്ട് എന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ തിരിച്ചു ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ബാസ്ക്കറ്റുകൾ നിൻ്റെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ബാസ്ക്കറ്റുകളും തിരിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ട് നീ അത് കേട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പിന്നെ അനുമോൾ സൈലൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഷാനവാസും അനുമോളും കൂടെ സംസാരിക്കുന്ന സമയത്ത് അനുമോൾ പറയുകയാണ്, തുടക്കത്തിൽ ഞാൻ ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യം പറയുന്ന സമയത്ത് എനിക്കെതിരെ നിന്ന് സംസാരിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇവർ തമ്മിലൊരു പ്രണയത്തിലാണ് എന്നുള്ളൊരു സംശയം തോന്നുന്നു എന്നെങ്കിലും പറയുന്നൊരു സാഹചര്യം വരെ ആയല്ലോ എന്നുള്ളത് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ പുതപ്പിനടിയിൽ വേറെ പലതും നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ അനുമോൾ സംസാരിക്കുമ്പോൾ ഷാനവാസ് ചോദിക്കുന്നു, നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്, നിനക്ക് ഇവിടുന്ന് മാറിക്കിടന്നുകൂടാ, നീ എന്തിനാ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അനുമോൾ പറയുന്നു, എനിക്ക് ഇവിടുന്ന് മാറിക്കിടക്കാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ കിടക്കുന്നത്, ഇതൊക്കെ ഞാനിങ്ങനെ സഹിച്ച് ഇവിടെ കിടക്കണം എന്നുള്ളത് അനുമോൾ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഈ പുതപ്പിനടിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് മൈൻഡ് ചെയ്യാനായിട്ട് അനുമോളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. എന്തിനാണ് അനുമോൾ ആ കാര്യം ബോധർ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇന്നലെ തന്നെ ആര്യൻ അവിടെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് എന്ന്.
ഏതോ സീസണിൽ ആരോ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്, പ്രണയത്തിലാണോ എന്നുള്ളത് പറയാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവർ തമ്മിൽ ഒരു ലവ് ട്രാക്ക് പിടിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രണയത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് കൺവിൻസ് ആവുന്ന തരത്തിലാണെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കും, അവരോട് നിർത്തും. അല്ല ഇവർ വെറുപ്പിക്കലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ അവരെ പിടിച്ച് പുറത്ത് കളയും. അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയാലും, ഇനി ഇവർ പുതപ്പിനടിയിൽ കിടന്ന് എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും അത് അനുമോളെ ബാധിക്കുന്ന വിഷയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അനുമോൾ വീണ്ടും ഈ പുതപ്പിനടിയിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ അത് അനുമോൾക്കായിരിക്കും കൂടുതൽ നെഗറ്റീവായിട്ട് വരിക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഫാമിലി വീക്ക് വരാൻ പോവുകയാണ്, അനുമോളുടെ വീട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇനി ഇതിൻ്റെ പിന്നാലെ പോകരുതേ എന്നുള്ളത് പറഞ്ഞു കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോൾ കൂടുതലായിട്ട് ഇത് അന്വേഷിച്ച് പോകാനായിട്ട് നിൽക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ വീണ്ടും ഇതിൻ്റെ പിന്നാലെ അനുമോൾ പോകാതിരുന്നാൽ അനുമോൾക്ക് തന്നെ നല്ലത് എന്നുള്ളതേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്.